ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്ന് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ബിനു പാസ്റ്ററില്ലേ, ഭയങ്കര ദൈവശക്തിയും ദൈവത്തിൻ്റെ കൃപയും എല്ലാം ഉള്ള ഒരു വ്യക്തിയാണ് ബിനു പാസ്റ്റർ. ദൈവത്തിൻ്റെ പ്രസാദിച്ച കാരുണ്യവും എല്ലാം ഉള്ളൊരു വ്യക്തിയാണ്. പുള്ളിയെ ഞാൻ ഇച്ചിരി പൂർത്തി പറയും, വിഷമിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ്റെ വീഡിയോസൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നടക്കാൻ വയ്യാത്ത ആൾ, തളർന്ന ആൾ, അസുഖങ്ങളുള്ളവരൊക്കെ പുള്ളിക്കാരൻ്റെ ആ പ്രാർത്ഥനയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അസുഖം മാറ്റി അവരൊക്കെ ഒരു 6 കിലോമീറ്ററൊക്കെ ഓടിയ വ്യക്തികളൊക്കെ കാണുമായിരിക്കും. അതുപോലെ ശക്തിയുള്ള വ്യക്തിയാണ്. ഈ മെഡിക്കൽ സയൻസിനോ ഡോക്ടർമാർക്ക് ഇല്ലാത്തവരെ കഴിവുകൾ പുള്ളിക്കാണ്ടോ ഒരു സമയം നമ്മൾ പോയി പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ മാറ്റും. ഈ ഒരു വ്യക്തി ഇപ്പോൾ പറഞ്ഞു നടക്കുന്ന BJP RSSും ജനം ടി വിയൊക്കെ പുള്ളിക്കാരനെ ആക്രമിക്കുന്നതാണ്. നമുക്കറിയാമല്ലേ പുള്ളിക്കാരൻ്റെ പേരിൽ ഇപ്പോൾ ഉള്ള കേസ്. 17 വയസ്സുള്ള ചെക്കനെ പുള്ളിക്കാരൻ്റെ തീറ്റിപ്പോറ്റിയ ഗുണ്ടകളും പുള്ളിക്കാരനും ഒക്കെ ചേർന്ന് ആക്രമിച്ചിട്ട് ഇപ്പം പുള്ളി പറഞ്ഞു കിടക്കുന്നത്, എനിക്കറിയത്തില്ലായിരുന്നേ, അയ്യോ എനിക്കറിയത്തില്ലായിരുന്നേ, ദൈവം കാണിച്ചു കൊടുത്തില്ല പാവത്തിന് ഈ 17 വയസ്സുള്ള ചെക്കൻ ആക്രമിക്കുന്നു. പുള്ളി ഇപ്പോൾ പറഞ്ഞു കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിഷ്കളങ്കനാ, ഒന്നും എനിക്കറിയത്തില്ല, ഞാൻ ആ 17 വയസ്സുള്ള ചെക്കൻ ആക്രമിച്ചു. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിനുവിന് ഭയങ്കര കഴിവായിരുന്നല്ലോ ബാക്കിയുള്ളവരുടെയൊക്കെ പ്രശ്നത്തിൽ ഇടപെട്ടിട്ട് അവരുടെ അസുഖങ്ങളും അവരുടെ പ്രശ്നങ്ങളൊക്കെ പ്രാർത്ഥിച്ച് മാറ്റിക്കൊടുക്കാൻ കഴിവുള്ള വ്യക്തിയല്ലായിരുന്നു ബിനു പാസ്റ്ററെ. ഇപ്പോൾ ബിനുവിന് കഴിവില്ല. ദൈവം കാണിച്ചു കൊടുത്തില്ല ഈ 17 വയസ്സുള്ള ചെക്കൻ ബിനുവിനെ ആക്രമിക്കുമെന്ന്. എന്നിട്ടിപ്പോൾ പറയുന്ന, അയ്യോ എനിക്കറിയത്തില്ല. എനിക്കിപ്പോൾ പറയാനുള്ളത്, ഈ ബിനുവിൻ്റെ പുറകെ കൈയടിച്ച് കിടക്കുന്ന കുറേ വിശ്വാസികളുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദ ലോർഡ് എന്നൊക്കെ പറഞ്ഞ് ബിനുവിനെ തീറ്റിപ്പോറ്റി വളർത്തുന്ന കുറേ വിശ്വാസികളുണ്ട്. അവൻ്റെ കീഴെ കൊണ്ട് കാശൊക്കെ ഇട്ട് കൊടുത്ത് അവനെ തീറ്റിപ്പോറ്റി ഇങ്ങനെ വലുതാക്കുന്നുണ്ട്. അവരോടൊക്കെ എനിക്കൊരു പറയാം, നിങ്ങളാണ് മണ്ടന്മാർ. ബിനുവിന് ഒരു കഴിവും ഇല്ലയെന്ന് അവൻ തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ വീഡിയോയിൽ. ദൈവം കാണിച്ചു കൊടുത്തില്ലെന്ന് ഈ 17 വയസ്സുള്ള ചെക്കൻ ഇവനെ ആക്രമിക്കുന്നു. അന്നപ്പോഴേ മനസ്സിലാകത്തില്ലേ അവനൊരു ഉടായിപ്പാന്ന്. അവൻ്റെ വിശ്വാസികൾ ഭയങ്കരമാണ്. അവന് വേണ്ടി എത്ര ഗുണ്ടകളും എല്ലാവരെയും തീറ്റിപ്പോറ്റി വളർത്തി പണ്ട് പൈസ മേടിച്ചു കൊടുത്ത് പണി ചെയ്തവരാണ്. ഇപ്പം പൈസ ഇല്ലാതെ പണി ചെയ്യും ദൈവത്തിന് വേണ്ടി. ദൈവമല്ല സത്യം പറഞ്ഞാൽ, അത് ബിനു പാസ്റ്ററിന് വേണ്ടി. ബിനു പാസ്റ്റർ എന്ന് വെച്ചാൽ ആ തീവ്രവാദിക്ക് വേണ്ടി. അവനൊരു കട്ട തീവ്രവാദിയാണ്. അപ്പോൾ നിങ്ങളോടൊക്കെ പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഇനിയൊക്കെ മനസ്സിലാക്കുക ബിനു പാസ്റ്റർ എന്താണ്, പെന്തക്കോസ് എന്താണ്. ക്രിസ്ത്യാനിറ്റിയിലെ ഏറ്റവും വലിയൊരു തീവ്രവാദ കൂട്ടമാണ് പെന്തക്കോസ്. അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഇതിൻ്റെ പുറകെ പോവുക. നന്ദി.